കുത്തുമ്പോൾ താണു പോകുന്നാണ്ട. വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലോണം താണു പോകും, വെന്തിട്ടില്ലെങ്കിൽ താണു പോകില്ല. അപ്പോൾ ഇനിയത്തെ പണി മൊത്തം എൻ്റെ ആട്ടാ. അടുപ്പ് സെറ്റാക്കുന്നുണ്ട്. ഹലോ ഗൈസ്. ഹലോ. അപ്പോൾ നമ്മളുടെ ഇത് ഒരു ചിക്കൻ കൈ കൊണ്ടുക്കലാണ്. എന്താ അപ്പോൾ ഒരു ചിക്കൻ മേടിച്ചിട്ട് 4 പീസ് ആക്കിയിട്ടില്ലേ. അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോക്കാണ് കേട്ടോ, നമ്മളതായ രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ നമ്മളെ മസാല, നമ്മളതായ രീതിയിലുള്ള സ്പെഷ്യൽ മസാല. അപ്പോൾ ഇനി ഇതിൻ്റെ മസാലക്കൂട്ടുകൾ എന്തെല്ലാമെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടെങ്കിൽ നമ്മളപ്പുറം കൂടെ കൂട്ടിക്കോ, ആദ്യം മുതൽ അവസാനം വരെ നോക്കിക്കോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് നമ്മൾ ഗ്രിൽ ചിക്കൻ എന്ന് പറയും, ചിലപ്പോൾ ഹോട്ടലിന് അൽഫാം എന്നെല്ലാം പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രില്ലിൽ നിന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇതിൻ്റെ മസാലക്കൂട്ടുകൾ എന്തെല്ലാമെന്ന് ആദ്യം മുതൽ അവസാനം വരെ നോക്കിക്കോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലോ അല്ലേ. ഇനി ഇത് അറിയില്ല എന്ന് പറയാറ് ആരും. ഓക്കെ, മസാല ഉള്ളിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വരഞ്ഞു നമ്മളെ മീനെല്ലാം പൊരിക്കുന്ന പോലെ വരയിട്ട് കൊടുക്കുക, എന്നാലേ ഉള്ളിലേക്ക് പിടിക്കും. ഇല്ലെങ്കിൽ കട്ടിയിൽ ഇറച്ചി മാത്രമാകുമ്പോ ഉള്ളു പച്ച പോലെ ഇരിക്കും. ചിലരുണ്ടല്ലോ ഈ സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്നതാണ് ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മള് വരയായിട്ട് കൊടുക്കുന്ന കേട്ടോ, മീനെല്ലാം പൊരിക്കുന്ന പോലെ അടിപൊളിയായിട്ട് മസാലയെല്ലാം കുറച്ചിങ്ങനെ വരഞ്ഞിട്ട് മസാല വെച്ചിട്ട് കുറച്ചധികം സമയം വെച്ചാൽ മതി, അപ്പം നല്ലോണം പിടിക്കും. പിന്നെ ഞാൻ സാധാരണ ചിക്കൻ എടുക്കുമ്പോൾ ഇതിന്റെ നെയ്യെല്ലാം ഒരുപാട് പറിച്ച് കളഞ്ഞിട്ട് ഗ്രില്ലാക്കുന്നതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് പറിച്ച് കളഞ്ഞിട്ടില്ല, കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് മാത്രം കളഞ്ഞു. ഇത് ചൂടാകുമ്പോ അങ്ങ് ഉരുകി പോയിക്കോളും. അതാ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ മതിയാവും. ഇനി ഇതൊന്നുകൂടി കഴുകിയെടുക്കാം. അപ്പൊ നമുക്ക് മസാല കഴുകി വെച്ചിട്ടുണ്ട്, അതിനുള്ള മസാലക്കൂട്ട് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കണ്ടേ അല്ലേ. അപ്പൊ ഇതാ ഫ്രഷ് പുതിന പറിക്കാം. അപ്പൊ ഇത് നമ്മളെ സ്വന്തം നാടൻ പുതിന കേട്ടാ. ഇത് ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിയ അതിന്റെ തണ്ട് ബാക്കി കുഴിച്ചിട്ടതാ. ഈ പുതിന നന്നായി വളർന്നിട്ടുണ്ട്. ഇത്ര മതി. ചട്നി വേണോ? ചട്നി വേണോ? കുറച്ചുകൂടി എടുക്കാം, നല്ല രസമുണ്ടാവും. അടുത്തത് മല്ലിയില. അപ്പൊ എല്ലാം ഫ്രഷ് ആണ് കേട്ടോ, നമ്മളെ വീട്ടിലത്തെ കാട്ടുമല്ലി എന്നാ പറയാ, കാട്ടുമല്ലി അത് പറിക്കാം അല്ലേ. പിന്നെ കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടി എടുക്കാം. 2 ചെറുനാരങ്ങയും കൂടി പറിച്ചിട്ടുണ്ട്. ഇതാ ഇനി എന്താ, കരിവേപ്പില എവിടെ? അയ്യോ, ചട്നിയിലേക്ക് 2 പച്ചമുളകും കൂടി പറിച്ചെടുക്കാം. മൂത്തിട്ടുണ്ടാവില്ലേ ഇത്? ഓക്കെ, ഇത്ര മതിയാവും. അപ്പൊ നമ്മള് ആ പറിച്ച സാധനം കൂടാണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക്, വെളുത്തുള്ളി എത്ര? വെളുത്തുള്ളി ഒരു കുടം, ഒരു വെളുത്തുള്ളി അല്ലേ, ഒരു വെളുത്തുള്ളി മുഴുവനായി. ഇഞ്ചി ഒരു കഷ്ണം. പിന്നെ ഉപ്പ് നോക്കിയിട്ടിടാം. നാരങ്ങ മുറിച്ച് വെച്ചു. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി. പിന്നെ ഞാൻ ഇടയ്ക്ക് ചിക്കൻ മസാല യൂസ് ചെയ്യാണ്ട് പട്ട, ഗ്രാമ്പൂ അതൊക്കെ അങ്ങനെ ഇടും. പക്ഷെ എൻ്റെ അടുത്ത് ഇന്ന് ഇതൊന്നുമില്ല, പെരിഞ്ചീരകൊക്കെ തീർന്നുപോയി. അതുകൊണ്ട് ചിക്കൻ മസാലയും ഒരു നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സംഭവം കൂടി ജാറിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ലാസ്റ്റ് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നനച്ചു കൊടുത്തു. വെളിച്ചെണ്ണയല്ല, ഓയിലായിരുന്നു വേണ്ടത്. പക്ഷെ നമ്മളടുത്ത് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ. അപ്പൊ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക ഇതിന് അല്ലേ. കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ചേർത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുക്കാം അല്ലേ. അങ്ങനെ സംഭവം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അടിപൊളി, നല്ല എന്തുപോലെ ഉണ്ട്, നല്ല അടിപൊളി മസാല കൂട്ടായിട്ടുണ്ടേ. അപ്പൊ നമുക്കിനി ഇത് ചിക്കൻ്റെ മേലെ അടിച്ച് തേച്ചങ്ങ് പിടിപ്പിക്കണം, അടിപൊളിയായിട്ട് അല്ലേ. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ നല്ല കളർ കിട്ടുമേ. ഞാൻ പിന്നെ കുറേ കുരുമുളകും പിന്നെ സാധാരണ മുളക് പൊടിയോ എരിവിന് കുറച്ച് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് അതുപോലെ നല്ല റെഡിഷ് കളർ കിട്ടൂല. നമ്മളെ കരിവേപ്പിലേൻ്റെയും മല്ലിയിലും നല്ല പച്ച നിറം കൂടിയുള്ളത് ഏതായാലും എല്ലാം നല്ല ഉപ്പ്, പുളി, എരിവ് എല്ലാം നല്ല പോലെ ഉണ്ടാവണം, എന്നാലേ രസം ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് മസാലയാണ് കേട്ടോ, എല്ലാ സ്ഥലത്തും വിധത്തിൽ നല്ല ഉള്ളിലേക്ക് പിടിക്കണം. ഉള്ളിലേക്ക് പിടിക്കുമ്പോൾ നല്ലപോലെ പിടിക്കും. അങ്ങനെ സംഭവം അടിപൊളി തേച്ച് മസാല തേച്ച്
കട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതാ ഉള്ളത്. അപ്പൊ ഇനി ഇതൊരു എത്ര മണിക്കൂറാ? നമുക്കിപ്പോ അധികം സമയമില്ല, ഒരു 1.5 മണിക്കൂർ വെക്കാം. ഒരു 1.5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ല, ഇത് എത്രയും കൂടുതൽ വെക്കുന്നു അത്രയും സോഫ്റ്റ് ആവും, അതുപോലെ ടേസ്റ്റ് കൂടും. നമുക്ക് അധികം സമയമില്ല. ഇതിന്റെ പ്രത്യേകത കേട്ടോ. എത്ര സമയം വെക്കുന്നോ അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല മസാലയും കയറി അടിപൊളിയാവും. അപ്പൊ നമ്മളിപ്പോ അല്ലേ, ഇപ്പൊ സമയം ഉച്ചയായി, നമ്മളിനി വൈകുന്നേരം എടുക്കും. ഒരു 1.5 മണിക്കൂർ വെക്കാം. എന്തായാലും നമ്മൾ വെക്കുന്നുണ്ട്, അത് സെറ്റ് ആവാൻ വേണ്ടിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഈ മസാലയിൽ ഇറങ്ങിയിട്ട് ഒരു ജ്യൂസി ആയിട്ട് വരണമെങ്കിൽ, മസാല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് സമയം വെക്കണം. അപ്പൊ ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം കേട്ടോ. അതുവരേക്കും അവിടെ കിടക്കട്ട് അടച്ചു വെക്ക്, റെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഇനിയത്തെ പണി മൊത്തം എൻ്റെ കേട്ടാ. അടുപ്പ് സെറ്റ് ആക്കുന്നത് അല്ല വീതിക്കാക്കാനായില്ല. മറ്റേ ഇതുണ്ട്, നീ അരിഞ്ഞെടുത്താ ഗ്രില്ല് അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഇവിടെ വെച്ച് നോക്കിയാ കാട്ടുചെമ്പോ കറക്റ്റ് അല്ലേ? ഓക്കെ. അങ്ങനെ അടുപ്പിനെ ഇത് ഗ്രില്ലിന്റെ കേട്ടാ. അപ്പൊ ഇതിന് കണക്കായിട്ടാണ് നമ്മൾ അടുപ്പ് സെറ്റ് ആക്കിയിട്ടില്ലേ. ഗ്രില്ല് കാണുമ്പോല്ലേ കോവിഡ് കാലം ഓർമ്മ. നമ്മൾ കൊറോണ സമയത്ത് മേടിച്ച ഗ്രില്ലാട്ടാ ഇത്. ഇതിനെ കൊണ്ട് എത്ര നമ്മൾ കോയിനെ ചുട്ടിനെന്നറിയാം, എത്ര ആൾ കൊണ്ടുപോയിന്നറിയാം ഈ സാധനം. പിന്നെ എല്ലാവരുടെ വീട്ടിലും ഇതായി സാധനം. ഓരോന്ന് ഇങ്ങനെ ആക്കുമ്പോ എല്ലാവരുടെ വീട്ടിലേക്ക് ഒരാളാക്കും, പിന്നെ അടുത്ത ദിവസം ഒരാൾ. ഓക്കെ, ചിരട്ട എടുക്കട്ടെ, ചിരട്ട കത്തിക്കണം. നമ്മളിതാ ഉള്ളിൽ തീയിട്ടിട്ടുണ്ട് കേട്ടാ. ചിരട്ട ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. ആദ്യം ചിരട്ടയെല്ലാം കത്തി ഫുള്ള് കനലാണ്. അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ചിരട്ട. അപ്പോൾ ഇതൊന്ന് കനലായിട്ട് സെറ്റാണ്. അപ്പോൾ നമ്മളെ സ്ഥിരടുപ്പ് ഇതല്ല, സ്ഥിരടുപ്പ് അപ്പുറമുണ്ട്, പക്ഷെ അതിൻ്റെ മേലെ മാങ്ങയുണ്ടേ. അപ്പോൾ മാങ്ങക്ക് ചൂടടിക്കുന്നതുകൊണ്ടാണ് അടുപ്പ് ഇപ്പുറത്തേക്ക് മാറ്റിയത്. അപ്പോൾ വീടിയും മാങ്ങയുണ്ട്, ഇതണ്ട വീടിയും മേലെ മാങ്ങയാ, പക്ഷേങ്കിൽ കുറച്ച് ഹൈറ്റ് ഉണ്ട് ഇടാം, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലെ തന്നെ ഇപ്പം ചൂടായിട്ട് മാങ്ങയെല്ലാം അടിയിലാണ്, അമ്മാതിരി ചൂടല്ലേ. അപ്പോൾ നമുക്കിത് കനലായിട്ട് അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ചിക്കൻ ഗ്രില്ല് കയറ്റി വെക്കാം അല്ലേ. എടുത്തോ, ഗ്രില്ലിലിട്ട് സെറ്റാക്കിയിട്ടുണ്ടേ, വെച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ മസാലയിൽ ലാസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടോ? ആരും പോയി തേച്ച് കൊടുക്കുക, അത് തീയൊന്ന് കനലാട്ടെ. അപ്പോൾ സംഭവം ഗ്രില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിടക്കട്ടെ. ഓക്കെ, കനലെല്ലാം സെറ്റ് ആയിട്ടുണ്ട്, സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോക്കാം, കനലിലേക്ക്. പോകുമ്പോൾ കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നല്ല ഒന്ന് മറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, അടിഭാഗം നല്ല ഇതായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംഭവം ഏകദേശം സെറ്റായി തോന്നുന്നു കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ അൽഫാം സെൻറ്ററിൻ്റെ മുമ്പിലോട്ട്, ഒരു ഹോട്ടലിൻ്റെ മുമ്പിലോട്ട് പോകുമ്പോഴൊരു മണം ഉണ്ടല്ലേ, ആ മണം ഏകദേശം അടിക്കുന്നുണ്ട്. നോക്കിയാ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബന്ധമെന്ന് അറിയേണ്ടിക്കൊരു ട്രിക്ക് ഉണ്ട് അല്ലേ. ഒരു ഈർക്കിലെടുത്തിട്ട് കുത്തി നോക്കിയാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് താണു പോകും. വന്നിട്ട് കുത്തുമ്പോൾ താണു പോകുന്നാണ്ട. വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലോണം താണു പോകും, വെന്തിട്ടില്ലെങ്കിൽ താണു പോകില്ല. അപ്പോൾ നമുക്കിത് വെന്തിന് അപ്പോൾ എന്തായാലും വാങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം അടിപൊളിയാട്ടാ. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് ധോനി? അമ്മ എങ്ങനെയുണ്ട്? ഉപ്പ് വരുമല്ലോ ഉണ്ടോ? എങ്ങനെയുണ്ട്? നല്ല ഉണ്ടല്ലേ, സോഫ്റ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്ന ഇതേ വളരെ സിമ്പിളായിട്ട്, അധികം നമ്മൾ പുറത്തുള്ള അങ്ങനെ അധികം സാധനങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ നമ്മളൊരു രീതി ഇപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ഫോളോവും കൂടി ചെയ്തോട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.